tasty and authentic. Oh. Sambar was good. Idli was good. Like nalla irundhuchu. நல்லா இருக்கு. ഇവിടെ വരുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് എന്താ? ആനിയൻ ദോശ. ഹേ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മധുരയിലാണ് കേട്ടോ. മധുര സിറ്റി ഇതാ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് മധുരയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. മധുരയിൽ തന്നെ ഏകദേശം 10ന് മുകളിൽ ബ്രാഞ്ചസ് ഉള്ള അമ്മൻ ഫാമിലി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഇവരുടെ ഒരു ബ്രാഞ്ചിലാണ് കേട്ടോ. ഈ ഒരു ബ്രാഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുര മീനാക്ഷി ക്ഷേത്രം. മധുരയിൽ വന്നിട്ടുണ്ടെങ്കിൽ മധുര മീനാക്ഷി ക്ഷേത്രമാണല്ലോ ഫേമസ്. ഒരുപാട് പേര് വരുന്നത് ഈ മധുര മീനാക്ഷി ക്ഷേത്രം സന്ദർശിക്കാനും മധുരയിലെ കാഴ്ചകൾ കാണാനും വേണ്ടിയിട്ടാണ്. അപ്പം മധുര മീനാക്ഷി ക്ഷേത്രത്തിനോട് സമീപമായിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ അടുത്തോളമുള്ള മധുര മീനാക്ഷി ക്ഷേത്രം. ഇതാ ഈ റോഡ് കണ്ടില്ലേ? ഈ റോഡ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് നേരെ സ്ട്രെയിറ്റ് ആണ് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അടുത്തുള്ള അമ്മൻ ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക്, അതായത് അമ്മൻ ഫാമിലി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഒരു ബ്രാഞ്ചിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് മധുരയിൽ വന്നിട്ട് നമ്മൾ രാവിലെ ഫ്രഷപ്പൊക്കെ ആയി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പം മധുരയിലെ അമ്മൻ റെസ്റ്റോറൻറ്റിലെ ഈ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് അമ്മൻ ഫാമിലി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. സോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ നിന്നാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വെൽക്കം ബാക്ക് സേഫ് ഗാർഡ് ഫ്ലവേഴ്സ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവര് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ പിടിച്ചു ചേർത്തി നമുക്ക് എങ്ങനെയാണ് ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഹായ് സിസ്റ്റർ, പേര്? സംയുക്ത. ഓക്കെ, எப்படி இருக்கு ஃபுட்டൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്? So it was tasty and authentic. Oh. Sambar was good. Idli was good. Like nalla irundhuchu. என்ன சாப்பிட்ட? Meal சாப்பிட்டேன். Like mini tiffin. ഓ, നമുക്ക് മലയാളത്തിൽ കുറച്ച് ടഫാണ്. മലയാളം தெரியுமா? കുറച്ച്. ഓക്കെ, എவ்வளோ டைம் இங்க വരുമോ ഫുഡ് കഴിക്കാൻ? No, this is the first time. ഫസ്റ്റ് ടൈം. ഫുള്ള് ഇഷ്ടപ്പെട്ടു? Yeah. ஓகே, தேங்க் யூ. ஃபுட்டൊക്കെ எப்படி இருக்கு? நல்லா இருக்கு. நல்லா இருக்கு. சாப்பிடுச்சு? எவ்வளோ எல்லா டைமும் இங்க வருമോ? ஆமா, நான் அடிக்கடி வந்திருக்கேன். അടിക്കടി വരും. ഇഷ്ടപ്പെട്ടു? നല്ല ആമാ. ഇവിടെ വരുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് എന്താ? ആനിയൻ ദോശ. ഓണിയൻ ദോശ. മലയാളം தெரியுமா? അറിയും. വെറുതെ അല്ല, ഞാൻ പറഞ്ഞോണ്ട് എന്തായാലും കാര്യം മനസ്സിലായി. അണ്ണേ, எப்படி இருக்கு ஃபுட்டൊക്കെ? எப்படி இருக்கு? நல்லா இருக்கு. எங்க டைமும் இங்க வரும்போ കഴിക്കും? இந்த வழி போறப்ப இங்க சாப்பிட்டுருவோம். இந்த போக்குல போறப்ப இந்த வழி போனா இங்க சாப்பிட்டு அப்படியே போறது. നല്ല ഫുഡാണ്. നമ്മൾ മലയാളികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് മധുരയിലേക്ക് വരുന്നവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. அது கேரண்டி ஃபுட். ஆமா, நல்ல டேஸ்டா இருக்கும். ஆமா. பிரேக்ஃபாஸ்ட் சாப்பிடுச்சா? எப்படி இருக்கு ஃபுட்டൊക്കെ? நல்லா இருக்கு. டேஸ்ட் ഒക്കെ? டேஸ்ட் நல்லா இருக்கு. அடிக்கடி இங்கே வருமா? கண்டிப்பா வருவோம். கண்டிப்பா வரும். மதுரை வந்தாலும் இங்க தான் வருவோம். ஓ, மதுரை வந்தா இங்க தான் வரியா? அம்மா, எப்படி இருக்கு ஃபுட்டൊക്കെ? எப்படி இருக்கு? நல்ல. எப்படி ஃபுட்டொക്കെ எப்படி இருக்கு? நல்ல ஃபுட். ஓகே, தேங்க் யூ so much. ஓகே. അപ്പൊ അമ്മൻ ഫാമിലി റെസ്റ്റോറൻറ്റിലെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു വെറൈറ്റി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ചായ സെറ്റ് ചെയ്ത് വെച്ചിരുന്നുണ്ടല്ലേ. ഞാൻ ഭയങ്കര ചായ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പം എനിക്ക് തമിഴ്നാട്ടിൽ വരുമ്പോഴത്തേനും ഞാൻ ഏറ്റവും കൂടുതൽ ചായ കുടിക്കും. നമ്മുടെ ഓരോ വീഡിയോസിലും ഞാൻ ചായ സ്പെഷ്യലായിട്ട് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ചായ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബ്രോയിനെ കിട്ടിയിട്ടുണ്ട്. ബ്രോ ഇവിടെ വർക്ക് ചെയ്യുന്ന ആള് കൂടാതെ ആള് കൊല്ലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. മലയാളം കറക്റ്റായിട്ട് അറിയും കേട്ടോ. ബ്രോ നമസ്കാരം. പേരെന്നാ? എന്റെ പേര് പെരുമാൾ. എങ്ക സോറി, ഞാൻ എന്തിനാ മലയാളം തമിഴ് പറയുന്നത്? കുറെ നാളായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി? ഇവിടെ കുറെ നാളായി, 2.5-3 വർഷമായി ഇവിടെ ജോലിക്ക് വന്നിട്ട്. അതെയോ? കേരളത്തിൽ എവിടെയാ?
കേരളത്തിലെ ഞാൻ കൊല്ലത്തുണ്ടായിരുന്നു, ഓക്കെ. പിന്നെ എറണാകുളത്തുണ്ടായിരുന്നു. ശരി, എപ്പോഴൊക്കെ ഈ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ ടൈം എപ്പോഴാണ് ഓപ്പണിംഗ്? നമ്മൾ രാവിലെ 7 മണി ഉണ്ടാവും. 7 മണി തുടങ്ങിയിട്ട് രാത്രി 11 മണി വരെ ഉണ്ടാവും. എപ്പോഴും എല്ലാ സാധനം കിട്ടും. എല്ലാ സാധനവും പീക്ക് ടൈം, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ടൈം. ആൾക്കാരുടെ 10 മണി കഴിഞ്ഞാൽ 11-11:30 മണി വരെ ഉണ്ടാവും. പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ് ഊണുണ്ടാക്കുന്ന സമയം ലഞ്ച് ടൈമിൽ 1 മണിയായിട്ട് പിന്നെ 3-4 മണി വരെ ഭയങ്കര റഷായിരിക്കും. ഈ ക്ഷേത്ര ദർശനത്തിനൊക്കെ പോയിട്ട് വരുന്നവരൊക്കെ എല്ലാവരും നമ്മളെ ഹോട്ടലിൽ തന്നെ കഴിക്കാന്ന് പറഞ്ഞത്. നമ്മളാണ് ഏറ്റവും മധുരയില് ഫുഡ്, അടിപൊളി ഫുഡ് കഴിക്കാനാണെങ്കിൽ നമ്മളെ ഹോട്ടൽ തന്നെ. അവർ ചോദിച്ചു വരും. ചോദിച്ചു വരും. ഹോട്ടൽ അമ്മൻ റെസ്റ്റോറന്റ് പറഞ്ഞ ആളിൽ ഓരോ എല്ലാ ബ്രാഞ്ചിലും ഇതേ ടേസ്റ്റ് എല്ലാ ടേസ്റ്റ്, എല്ലാ കടയിലും ഈ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. സെയിം ടേസ്റ്റ്. ഏത് ബ്രാഞ്ചിൽ പോയി നിങ്ങൾ കഴിച്ചാൽ അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ? ഇത് ഓണിയൻ ദോശ. നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നത് കേസരി മെയിൻ ആണ്. കോംപ്ലിമെന്റ്. ഈ തേങ്ങാ ചമ്മന്തി, സാമ്പാർ, വട, പൊടി ദോശ. അത് ഓണിയൻ ദോശ. ഈ പൊടി ദോശ നെയ് റോസ്റ്റ്. പൊടി ദോശയിൽ എന്തൊക്കെയാ സ്പെഷ്യൽ? പൊടിയിൽ നമ്മള് നെയ്യ് ഒഴിക്കും. പിന്നെ അതിനകത്ത് ഇഡലി പൊടിയില്ല, അതുപോലെ ദോശയ്ക്ക് പൊടി ഉണ്ടാക്കി വെക്കും. ദോശ പറഞ്ഞപ്പോൾ ദോശയ്ക്ക് മേലെ ഒഴിച്ചിട്ട് പൊടിയൊക്കെ അടിപൊളി ടേസ്റ്റ് ആക്കിയിട്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. ഇവിടെ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ചമ്മന്തീസ് ഉണ്ട്. ഇത് എന്തൊക്കെയാ? ഇത് കടുക് ചമ്മന്തി. കടുക് ചമ്മന്തി അടിപൊളി. ഇത് പുതിന ചമ്മന്തി, പുതിന മല്ലി മിക്സ്. പുതിന ചമ്മന്തി. അത് തക്കാളി ചമ്മന്തി. കടുക് ചമ്മന്തി ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് കടുക് ചമ്മന്തി എങ്ങനെ നോക്കാം. ഇതാണ്ടേ. ഓക്കെ, കടുക് ഇട്ടിട്ട് ഉള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പൊ അതും നമ്മുടെ ഈ പൊടി ദോശയും കൂടെ മിക്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. റെഡി? ക്രിസ്പി ആണോ? എരിവുണ്ടോ? എരിവുള്ള കുറച്ചുണ്ടാവും. കുറച്ചുണ്ടാവും. എല്ലാം കുറച്ചുണ്ടാവും. അകത്തൊരു പൊടി ഒരു ക്രിസ്പി രൂപത്തിലാണ്. ഇനി നമുക്ക് ഓണിയൻ ദോശ. ഓണിയൻ ദോശയിൽ എന്തൊക്കെയാ? ഓണിയൻ ദോശ ഓണിയൻ ഇടും, അതിനകത്ത് പൊടി ഇടും. സവാളല്ലേ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് നല്ല മൂപ്പിച്ച് അടിപൊളിയായിട്ടുണ്ടാവും. അത് ഇങ്ങനെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞേട്ടോ. നമുക്ക് ഓണിയൻ അകത്തുണ്ട് കണ്ടോ, ഇതാ നോക്കിക്കോ. എന്നിട്ട് നമ്മൾ സാമ്പാർ മിക്സ് ചെയ്ത് ഇച്ചിരി ചമ്മന്തി എടുത്ത് ഇതാ കണ്ടില്ലേ. കൊള്ളാം. പിന്നെ എല്ലാത്തിനകത്ത് വടയും ഉണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് നെയ് റോസ്റ്റ് സെയിം ടേസ്റ്റ് ആണ്. അപ്പം നമ്മളിതാ എല്ലാം കൂടെ കൂട്ടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ. സോ അപ്പം അമ്മൻ ഫാമിലി റെസ്റ്റോറൻറ്റിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ശരിക്കും മധുരയിൽ വന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഫുഡ് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ വന്നപ്പോഴാണ് അമ്മൻ ഫാമിലി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോഴത്തേന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഏകദേശം 10 മുകളിൽ ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റ് ഫുഡാണ്. നമുക്ക് എന്താണെങ്കിലും വളരെ ഫാമിലി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവർക്കൊരു ടീ സ്റ്റാൾ തന്നെ അടുത്തുണ്ട് കേട്ടോ. കാരണം തമിഴ്നാട് എവിടെ വന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ടീ സ്റ്റാൾ സെപ്പറേറ്റ് ഉണ്ടാവും. തമിഴ്നാട്ടുകാർക്ക് എനിക്ക് തോന്നുന്നു ചായ ഇത്ര പ്രിയമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സ്പോട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റ്സും ഉണ്ട്. അപ്പം ഒരുപാട് കണ്ടുപിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. അപ്പോൾ എനിവേ നമ്മുടെ മധുരയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കഴിഞ്ഞു. അപ്പം അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. തമിഴ്നാട്ടിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. കന്യാകുമാരി മുതൽ നമ്മളിപ്പോൾ മധുരയിൽ വന്ന് നിൽക്കുകയാണ്. ഇനി നമ്മുടെ യാത്രകൾ തുടരും. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്ത് അവിടെ നമ്മൾ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടുകൾ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നും മധുരയിലെ അമ്മൻ ഫാമിലി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ഞാൻ വൈൻഡപ്പ് പറയുകയാണ്. അപ്പോൾ സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൽ നിന്നും ഞാൻ ഡ്രീം ബ്രോക്കി. ബൈ.